നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപം കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. പന്തല്ലൂർ പനിയത്ത് 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഞായറാഴ്ചയും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ചെവൂരിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അവണിശ്ശേരി ആനക്കല്ലിലെ മരക്കമ്പനിയിൽ വൻ അഗ്നിബാധ. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപം കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. പന്തല്ലൂർ പനിയത്ത് 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. സൈക്കിളിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാർ ഇടിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ഉടൻ പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് ബൂത്ത് നമ്പർ 151 അഡീഷണൽ BLO ആണ്. കൊച്ചുമോന്റെ ഭാര്യ ഓമന, കിരൺ, കിഷോർ, ദീപക് എന്നിവർ മക്കളും ആതിര, കൃപ, പ്രേഷ എന്നിവർ മരുമക്കളുമാണ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഞായറാഴ്ചയും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലാണ് വലിയ വാഹന നിരയുണ്ടായത്. ദേശീയപാതയിൽ തലൂർ ജെറൂസലം ധ്യാനകേന്ദ്രം മുതൽ ടോൾ പ്ലാസ വരെ വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിയത്. ടോൾ കൊടുക്കാൻ 15 മിനിറ്റിലേറെ സമയം കാത്തുകിടക്കേണ്ടി വന്നു. അവശ്യ വാഹനങ്ങളും ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ ടോൾ പിരിക്കുന്ന സംവിധാനം മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം യാത്രക്കാർ ഉയർത്തി. അതേസമയം ശബരിമല സീസൺ കൂടി വന്നതിനാൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതും ടോൾ കുരുക്കിന് കാരണമാകുന്നുണ്ട്. വലിയ വാഹനനിരയാകുമ്പോൾ താൽക്കാലികമായെങ്കിലും കുറച്ചു വാഹനങ്ങളെ കടത്തിവിട്ട് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലും ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. ശനിയാഴ്ചയും ഇരുവശത്തേക്കും വലിയ വാഹനനിരയുണ്ടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ടോൾ പ്ലാസയിൽ കഴിഞ്ഞ ദിവസം മുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ചെവൂരിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ചെവൂർ ഇറക്കത്ത് ഉച്ചയ്ക്ക് 1:15 അപകടമുണ്ടായത്. ചേർപ്പ് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സ്വകാര്യ ബസ് റോഡിന്റെ അരികുവശത്ത് നിർത്തിയെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത്. ചന്ദ്രാപിന്നി ലൈഫ് ഗാർഡ് ആംബുലൻസ് പ്രവർത്തകരടക്കം വിവിധ ആംബുലൻസ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവണിശ്ശേരി ആനക്കല്ലിലെ മരക്കമ്പനിയിൽ വൻ അഗ്നിബാധ. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ആനക്കല്ലിൽ ബെന്നി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിൽ അഗ്നിബാധയുണ്ടായത്. തൃശൂർ അഗ്നിരക്ഷാ സേനയെത്തി തീ അണച്ചു. തൃശൂർ അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B. ഹരികുമാർ, സീനിയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ G. അരുൺകുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VS സുധൻ, K. പ്രകാശൻ, VV ജിമോദ്, ഷജിൻ S. രാജ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് 11 വെള്ളിക്കുളങ്ങരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സജീവ് കുമാറിന്റെ പോസ്റ്ററുകളാണ് വിവിധ ഇടങ്ങളിൽ കീറി നശിപ്പിച്ചിട്ടുള്ളത്. ഫ്ലക്സ് ബോർഡുകളിൽ സ്ഥാനാർത്ഥിയുടെ മുഖം വെട്ടിമാറ്റിയ നിലയിലാണ്. സജീവ് കുമാർ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി. UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ UDF നേതൃത്വം ശക്തമായി അപലപിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് ആമ്പല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കുടുംബകാര്യമാണ്. പട്ടികജാതി ജനറൽ സംവരണ വാർഡായ ഇവിടെ മുല്ലക്കപ്പറമ്പിൽ തറവാട്ടുകാരാണ് മത്സര രംഗത്തുള്ളത്.
തുടർച്ചയായി UDFിനെ പിന്തുണയ്ക്കുന്ന വാർഡിൽ ഇത്തവണ മത്സര രംഗത്തുള്ളത് MR ദേവികയാണ്. യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിയുടെ വാർഡിൽ ദേവിക സ്ഥാനാർത്ഥിയായി എത്തുന്നത്. മത്സരിക്കുന്നതാകട്ടെ തന്റെ ചേട്ടന്മാരോടും. അളഗപ്പനഗർ പഞ്ചായത്തിൽ 1ാം വാർഡിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവികയാണ്. ദേവിക ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൂടിയാണ്. നേരത്തെ K രാജേശ്വരിയാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന K രാജേശ്വരിയാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത്. ഈ വാർഡ് ഇപ്പോൾ സംവരണ വാർഡാകുമ്പോൾ രാജേശ്വരി തൊട്ടപ്പുറത്ത് 2ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ദേവികയെയാണ് ഈ വാർഡ് നിലനിർത്താനായിട്ട് UDF നിയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഇവിടെ LDF BJP സ്ഥാനാർത്ഥികൾ ദേവികയുടെ ചേട്ടന്മാരോടാണ് ദേവിക മത്സരിക്കുന്നത്. നമുക്ക് ദേവികയോട് ആ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ദേവിക, ചേട്ടന്മാരോടാണ് മത്സരം. ഒപ്പം UDFന്റെ ഈ ഒരു സീറ്റ് നിലനിർത്തുക എന്നൊരു ദൗത്യം കൂടി പാർട്ടി ഏൽപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഇങ്ങനൊരു ഇലക്ഷന് നിൽക്കാൻ സാധിച്ചതെന്ന് പറയുന്നത്. കൂടാതെ 25 വർഷമായിട്ട് ഈ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ടും രാജേച്ചിയുടെ ഒരു കഴിവുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. കൂടെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഏട്ടന്മാരുടെ കൂടെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെന്ന് ചോദിച്ചാൽ അത് അവരെ കൂടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഈ ഇലക്ഷന് മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരിക്കലും ഒരു വിള്ളൽ സംഭവിക്കില്ല എന്നെനിക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട്. കാരണം ഇപ്പോഴും എന്നും ഞങ്ങൾ എന്താ പറയുക, ഈ ഓരോ വീട് സന്ദർശനം കഴിയുമ്പോഴും ഗൃഹസന്ദർശനമൊക്കെ കഴിയുമ്പോഴും എന്നും അവരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോകാറുള്ളത്. സോ ഞാൻ ഉറപ്പ് പറയുകയാണ്, എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ പ്രവർത്തിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാജേച്ചി പ്രവർത്തിച്ചത് മാതിരി തന്നെ എനിക്കും ഒരു വോട്ട് തന്നു കഴിഞ്ഞാൽ 25 വർഷം അവർ നിലനിർത്തിയതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഞാനും പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. മുല്ലക്കപ്പറമ്പിൽ കുടുംബങ്ങൾ തന്നെ 10ഓളം വീടുകളുണ്ട് വാർഡിൽ. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് MN രാകേഷാണ്. അനിയത്തിയും ചേട്ടനുമാണ് രാകേഷിന്റെ എതിരാളികൾ. വാർഡ് പിടിച്ചെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നതെന്നും മത്സരം രാഷ്ട്രീയത്തിൽ മാത്രമെന്നും സ്ഥാനാർത്ഥി. 1ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് MN രാകേഷാണ്. തുടർച്ചയായി UDF കൈവശം വെച്ചിരിക്കുന്ന ഈ വാർഡ് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് പാർട്ടി രാകേഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മത്സരിക്കുന്നത് അനിയത്തിയോടും ചേട്ടനോടുമാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത്? ഒരു രൂപത്തിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് 3 സ്ഥാനാർത്ഥികൾ. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ് BJP സ്ഥാനാർത്ഥി. എൻ്റെ അച്ഛൻ്റെ പാപ്പൻ്റെ മോൻ്റെ മകള്, അതായത് എൻ്റെ പാപ്പൻ്റെ മകളെന്ന് പറയാം, ഇത് മറന്നതാണ് ഈ ബന്ധത്തിൽ പറയുമ്പോൾ. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. എല്ലാവരും നല്ല ബന്ധത്തോടുകൂടി കഴിയുന്ന ഒരു വീടാണ് ഞങ്ങളുടെ. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 പേരും മത്സരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ ട്രെൻഡ് നിൽക്കുന്നത്? എങ്ങനെയാണ്? UDF കൈവശം വെച്ചിരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ നിലവില് എങ്ങനെയാണ് ഒരു പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ? UDF 25 വർഷമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്നൊരു വാർഡാണിത്. അതിക്ക് മുൻപ് ഇടതുപക്ഷമാണ് ജയിച്ചത്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാ മേഖലയിലുള്ള ജനങ്ങളും നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഈ 1ാം വാർഡ് നമ്മൾ തിരിച്ചു പിടിക്കും, 100% തിരിച്ചു പിടിക്കും. നല്ല ആത്മവിശ്വാസമുണ്ട്. അനിയനോടും അനിയത്തിയോടുമാണ് BJP സ്ഥാനാർത്ഥി സതീഷ് കുമാറിന്റെ മത്സരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് മേൽക്കൈ നൽകിയ വാർഡിൽ താമര വിരിയിക്കുക എന്ന നിയോഗമാണ് സതീഷ് കുമാറിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സതീഷ് കുമാറാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ ലഭിച്ച വോട്ട് വിഹിതം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. ഏതായാലും അനിയനോടും അനിയത്തിയോടുമാണ് മത്സരം. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കി കാണുന്നത്? അല്ല, നമ്മള് അനിയനും അനിയത്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുടുംബപരമായിട്ട് വളരെ സൗഹൃദത്തിലാണ് ഇപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുമ്പോഴും സൗഹൃദം തന്നെയാണ് നിലനിർത്തി പോകുന്നത്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതായിട്ട് ഇതിനെ കണക്കാക്കണ്ട. നമ്മുടെ
പഞ്ചായത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മുന്നണി വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുന്നത്. വികസനം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഇത്. പിന്നെ ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, അതേപോലെ തന്നെ ഭക്ഷണം, വെളിച്ചം, ഇതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടുകാർ 10ഓളം വീട്ടുകാരുണ്ട്. നിങ്ങൾ 3 പേരും സ്ഥാനാർത്ഥികളാകുമ്പോൾ ഈ കുടുംബക്കാരുടെ വോട്ട് ആർക്കാണ് ലഭിക്കുക? അല്ല, അങ്ങനൊരു ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആർക്കാണോ എന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ആകെ പ്രശ്നമായാലും എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആർക്കാണോ തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു അവസ്ഥ വരുന്നില്ല. സതീഷ് കുമാറിന്റെ പിതൃ സഹോദരന്റെ മകനാണ് രാകേഷ്. ഇരുവരുടെയും പിതൃ സഹോദരന്റെ മകളാണ് ദേവിക. രാഷ്ട്രീയത്തിൽ മൂവരും വ്യത്യസ്ത പാർട്ടി സ്ഥാനാർത്ഥികളാണെങ്കിലും കുടുംബത്തിൽ ഒറ്റക്കെട്ടാണ്. മൂവരും വാർഡിലെ പ്രചാരണ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. ഏതായാലും ആര് ജയിച്ചാലും മുല്ലക്കപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ പഞ്ചായത്ത് മെമ്പറായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാട്ടിൽ സുപരിചിതരായ സഹോദരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആരെ തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിലായത് വോട്ടർമാരാണ്. അളഗപ്പനഗർ പഞ്ചായത്ത് 1-ാം വാർഡിൽ മത്സരിക്കുന്ന പ്രധാന മുന്നണികളുടെ 3 സ്ഥാനാർത്ഥികളാണ് എന്നോടൊപ്പം ഈ ഒറ്റ ഫ്രെയിമിലുള്ളത്. 3 പേരും മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടുകാർ. ഈ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബക്കാരും കൂടിയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് 3 പേരും ഒറ്റക്കെട്ടാണ്. ഏതായാലും ഇവർക്ക് വോട്ട് ചെയ്യാനെത്തുന്ന ബന്ധുമിത്രാദികൾ കുഴയും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ജില്ലയിലുള്ള 81 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തുമെന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളിലെ വെബ്കാസ്റ്റിംഗ്, പോൾ മാനേജർ, ട്രെൻഡ് എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അക്ഷയ, കെൽട്രോൺ, BSNL എന്നീ സ്ഥാപനങ്ങൾ മുഖേനയാണ് ജില്ലയിലെ 81 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തുന്നതിന് നടപടി സ്വീകരിക്കുന്നത്. കൂടാതെ വോട്ടെടുപ്പ് ദിനത്തിൽ ജില്ലാതല കൺട്രോൾ റൂം കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നതാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ, EVM സ്ട്രോങ് റൂമുകൾ എന്നിവ സജ്ജീകരിക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, ഇരിങ്ങാലക്കുട ബ്ലോക്ക്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് എന്നിവിടങ്ങളിലെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും കൗണ്ടിംഗ് സെന്ററുകളിലും ഇരിങ്ങാലക്കുടയിൽ തെരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെയർ ഹൗസിലും ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. വോട്ടെടുപ്പിനായി മെഷീനുകൾ ഡിസംബർ 2 മുതൽ ജില്ലയിലെ ബ്ലോക്ക്, മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്ക് വിതരണം ചെയ്യും. പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ദേശീയപാത വികസിപ്പിച്ച് 4 വരിപ്പാതയാക്കി മാറ്റിയതോടെ ഈ ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കാനാകാതെ ജനങ്ങൾ ദുരിതത്തിലായതിനെ തുടർന്നാണ് ഇവിടെ അടിപ്പാതയ്ക്കായി മുറവിളി ഉയർന്നത്. പേരാമ്പ്ര സർക്കാർ ആയുർവേദ ആശുപത്രി, സെന്റ് ആന്റണീസ് ദേവാലയം, സെന്റ് ആന്റണീസ് സ്കൂൾ, പുത്തുക്കാവ് ദേവീക്ഷേത്രം, സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ, അംഗൻവാടികൾ എന്നിവിടങ്ങളിലേക്കും ചെറുകുന്ന്, പുത്തൂക്കാവ്, തേശ്ശേരി എന്നീ പ്രദേശങ്ങളിലേക്കും പോകുന്ന കുട്ടികളടക്കമുള്ളവർ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ദേശീയപാത മുറിച്ചു കടന്നിരുന്നത്. ആയുർവേദ ആശുപത്രിയിലേക്കും ആരാധനാലയങ്ങളിലേക്കും വരുന്ന പ്രായമായവരും റോഡ് മുറിച്ചു കടക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടുള്ള നിരവധി മരണങ്ങളും ഇവിടെയുണ്ടായി. ഇതേ തുടർന്ന് 13 വർഷം മുൻപ് പേരാമ്പ്ര പൗരസമിതി എന്ന പേരിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അടിപ്പാതയ്ക്കായി സമരപരിപാടികൾ നടത്തിയിരുന്നു. മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഈ ആവശ്യം നേടിയെടുക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് 2024 സെപ്റ്റംബർ അവസാനം പണി ആരംഭിക്കുകയും ചെയ്തു. ദേശീയപാത 6 വരിയാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ്
പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ അടിപ്പാത നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പണികൾ മന്ദഗതിയിലായി. സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥയും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. എങ്കിലും മണ്ണുത്തി അങ്കമാലി പാതയിലെ ഇതര അടിപ്പാതകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പേരാമ്പ്രയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നിലാണ്. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചിരുന്നു. ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്ത് ബോക്സിനടിയിലൂടെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കുകയും ചെയ്തു. ബോക്സിന് ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 2 മാസങ്ങൾ കൊണ്ട് മുഴുവൻ നിർമ്മാണ ജോലികളും പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വേലൂപ്പാടം വിശുദ്ധ യൗസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുനാളിന്റെ ഭാഗമായി 501 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷിബിൻ പനക്കൽ അധ്യക്ഷത വഹിച്ചു. റോബിൻ കൊച്ചുപുരയ്ക്കലിനെ ജനറൽ കൺവീനറായി തെരഞ്ഞെടുത്തു. ജസ്റ്റിൻ മുള്ളൂർ, ഷിജോ ഞെരിഞ്ഞാംപിള്ളി, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, സിനിൽ കുടുംബലായി പറമ്പിൽ എന്നിവർ സംസാരിച്ചു. സഹോദരങ്ങളെ, അനുഗ്രഹിക്കണമേ. ഇടവകയുടെ വലിയ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രകടനമായി തിരുനാൾ മാറട്ടെ. ഇടവക സമൂഹത്തിലെ കുടുംബ സമ്മേളന യൂണിറ്റുകളുടെയും തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാക്കുന്നതിനും ഞങ്ങളുടെ കൂട്ടായ്മയെയും ഐക്യത്തെയും വർദ്ധിപ്പിക്കുന്നതിനും വരാക്കര കാളക്കല്ല് ടർഫിന് സമീപം MPR ബേക്കറി എന്ന സ്ഥാപനം ഡിസംബർ 1 തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. രാവിലെ 9-ന് വരാക്കര സൗത്ത് പള്ളി വികാരി ഫാദർ ജേസൺ ചിറ്റിലപ്പള്ളി ആശീർവാദം നിർവഹിക്കും. ബേക്കറി ഐറ്റംസുകൾക്കൊപ്പം വിവിധതരം കേക്കുകൾ, ജ്യൂസ്, ഷേക്കുകൾ, സ്നാക്സുകൾ, ടീ ആൻഡ് കോഫി എന്നിവ ഇവിടെ ലഭ്യമാക്കും. പുതുക്കാടിന് പുതിയ രുചികളുടെ ഭക്ഷണ കലവറയുമായി PKD കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ഡിസംബർ 1 തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9-ന് പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് ആശീർവാദം നിർവഹിക്കും. തുടർന്ന് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഡോക്ടർ ഹർഷൻ പടയാറ്റിൽ, CJ കുര്യാക്കൂസ് ചൂണ്ടക്കാട്ടിൽ, ലാലി കുര്യാക്കൂസ്, പ്രൊപ്പറേറ്റർ ജോസ് നീലങ്കാവിൽ എന്നിവർ പങ്കെടുക്കും. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷന് സമീപത്താണ് PKD കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ഡിസംബർ 1 തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഖ്യാൽ അഭിനയ പ്രതിഭാ പുരസ്കാരം മുളങ്ങുന്നത്തുകാവ് സ്വദേശിനി ഷീല മണിക്ക്. 50 വയസ്സ് കഴിഞ്ഞവരുടെ സമഗ്രക്ഷേമത്തിനായി മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഖ്യാൽ കമ്മ്യൂണിറ്റി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച 50 above 50 എന്ന അഭിനയ മത്സരത്തിലാണ് തൃശൂർ മുളങ്ങുന്നത്തുകാവ് സ്വദേശിനി ഷീലാമണി ശില്പവും 1 ലക്ഷം രൂപയും അടങ്ങുന്ന 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. മുംബൈ ഈസ്റ്റ് ഗോരേഗോൺ നെസ്കോ എക്സിബിഷൻ ഹാളിൽ ജൂറി അംഗവും പ്രശസ്ത ചലച്ചിത്ര നടിയുമായ സോനാലി സച്ദേവ് ഗ്യാൽ ബെസ്റ്റ് ആക്ടർ ഓഫ് ദി ഇയർ എന്ന അഭിനയ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. കോഴിക്കോട് കേരളത്തിൽ വെച്ച് നടന്ന ഗ്യാലിന്റെ നോർത്ത് സോൺ മത്സരത്തിൽ മുരളി അടാട്ട് രചനയും സംവിധാനവും നിർവഹിച്ച മാത്രി സുവിശേഷം എന്ന 15 മിനിറ്റ് ദൈർഘ്യമുള്ള സോളോ ഡ്രാമ അവതരിപ്പിച്ചാണ് ഷീലാമണി സെലക്ഷൻ നേടിയിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി വ്യത്യസ്ത മേഖലകളിലെ കലാകാരന്മാർ, എഴുത്തുകാർ, സംരംഭകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങി 20,000-ൽ പരം ആളുകൾ വിവിധ കാറ്റഗറിയിലായി ഗ്യാൽ 50 above 50 പരിപാടിയിൽ മത്സരിച്ചു. സംസ്ഥാന ആസ്ഥാനത്തിൽ ഓരോ കാറ്റഗറിയിലെ മത്സരങ്ങളിൽ വിജയികളായവരിൽ നിന്നും തെരഞ്ഞെടുത്ത 10 പേർക്ക് 10,000 രൂപയും ട്രോഫിയും നൽകിയിരുന്നു. മുംബൈ സ്വദേശിയായ ഹിമാൻഷു ജൈനും കണ്ണൂർ സ്വദേശിയായ പ്രതീഷ് നെല്ലേരയുമാണ് മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്യാൽ 50 above 50യുടെ സ്ഥാപകർ. സുരക്ഷയുടെ ഭാഗമായി ചാറ്റ് ആപ്പുകളുടെ ഉപയോഗത്തിൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാട്സപ്പ് പോലുള്ള മെസ്സേജിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിൽ തന്നെ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. മെറ്റയ്ക്കും ടെലിഗ്രാമിനുമടക്കം ഈ നിർദ്ദേശം കേന്ദ്ര ടെലികോം മന്ത്രാലയം നൽകി. ഇതോടെ ആപ്പുകൾ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ഇല്ലാത്ത ഫോണിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇനി മുതൽ പ്രവർത്തിക്കില്ല. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം ആപ്പുകൾ വഴിയുള്ള ആശയവിനിമയ സേവനങ്ങൾക്ക് കർശന നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. വാട്സാപ്പ്,
സിഗ്നൽ, ടെലിഗ്രാം, അറേട്ടൈ, ഷെയർ ചാറ്റ്, സ്നാപ്ചാറ്റ്, ജിയോ ചാറ്റ്, ജോഷ് തുടങ്ങിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ ഇനി ആക്റ്റീവ് സിം കാർഡില്ലാതെ പ്രവർത്തിക്കില്ല. നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് 120 ദിവസങ്ങൾക്കുള്ളിൽ അവ നടപ്പിലാക്കിയതായി ടെലികോം ആപ്പുകൾ ടെലികോം മന്ത്രാലയത്തെ രേഖാമൂലം അറിയിക്കണം. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് 2023 ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട്, ടെലികോം സൈബർ സുരക്ഷാ നിയമങ്ങൾ, മറ്റു ബാധകമായ നിയമങ്ങൾ എന്നിവ അനുസരിച്ചുള്ള നടപടികൾ നേരിടേണ്ടി വരും. ഉപയോക്താക്കളുടെ ഐഡന്റിഫിക്കേഷൻ ഉറപ്പിക്കുന്നതിനായി മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന ചില ആശയവിനിമയ ആപ്പുകൾ മൊബൈലുകളിൽ സിം കാർഡ് ഇല്ലാതെ തന്നെ സേവനം ലഭ്യമാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ടെലികോം മന്ത്രാലയം പറയുന്നു. ഇത് ടെലികോം രംഗത്തെ സൈബർ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതായാണ് നിഗമനം. ഈ പിഴവ് വിദേശത്തു നിന്നുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കാമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ഇനി കാണാം ഇൻഫോടോക്ക്. ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിക്കുന്നതിന് മുൻപ് മുട്ട കഴുകുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്ന് പഠനങ്ങൾ. കഴുകുമ്പോൾ മുട്ടയ്ക്ക് പുറത്തുള്ള സൂക്ഷ്മമായ സംരക്ഷണ കവചം നഷ്ടപ്പെടുമെന്നും സുഷിരങ്ങളിലൂടെ ബാക്ടീരിയകൾ മുട്ടയ്ക്കകത്ത് പ്രവേശിക്കുമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. മുട്ട ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിക്കുന്നതിന് മുൻപ് കഴുകുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്ന് പഠനങ്ങൾ. കഴുകുമ്പോൾ മുട്ടയ്ക്ക് പുറത്തുള്ള സൂക്ഷ്മമായ സംരക്ഷണ കവചം നഷ്ടപ്പെടുമെന്നും സുഷിരങ്ങളിലൂടെ ബാക്ടീരിയകൾ മുട്ടയ്ക്കകത്ത് പ്രവേശിക്കുമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. മുട്ട ഒരുമിച്ച് വാങ്ങുമ്പോൾ പലരും അത് സൂക്ഷിച്ചു വെക്കുന്നതിന് മുൻപ് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകാറുണ്ട്. എന്നാൽ പുറമേയുള്ള അഴുക്ക് കളഞ്ഞ് മുട്ട വൃത്തിയാക്കാം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ മുട്ട കഴുകുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തുകയെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. മുട്ടയുടെ തോട് അഥവാ ഷെല്ലിന് പുറമേ പ്രകൃതിദത്തമായ ഒരു സംരക്ഷണ കവചമുണ്ട്. ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ ബ്ലൂം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മുട്ടയുടെ തോടിലുള്ള സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുകയാണ് ഈ ആവരണത്തിൻ്റെ ജോലി. എന്നാൽ നമ്മൾ മുട്ട വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ ഈ സംരക്ഷണ പാളി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാൽമൊണല്ല പോലെയുള്ള അപകടകാരികളായ ബാക്ടീരിയകൾക്ക് മുട്ടയുടെ ഉള്ളിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ പറ്റും. പ്രത്യേകിച്ച് തണുത്ത മുട്ട ചൂടുവെള്ളത്തിലോ മറ്റോ കഴുകുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസം കാരണം പുറമേയുള്ള ബാക്ടീരിയകൾ ഷെല്ലിലെ സുഷിരങ്ങളിലൂടെ മുട്ടയുടെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടകളിൽ നിന്നും വാങ്ങുന്ന മുട്ടകൾ കഴുകാതെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഉചിതം എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പല വിദേശ രാജ്യങ്ങളിലും മുട്ട കഴുകാതെ വിൽക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ പിന്നെ മുട്ടയിൽ കാഷ്ടമോ മറ്റു അഴുക്കുകളോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? അത്തരം സാഹചര്യങ്ങളിൽ നനവില്ലാത്ത ഒരു തുണിയോ പേപ്പർ ടവലോ ഉപയോഗിച്ച് അഴുക്ക് തുടച്ചു മാറ്റുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഇനി അഥവാ കഴുകണമെന്ന് നിർബന്ധമാണെങ്കിൽ പാകം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി ഉടനടി ഉപയോഗിക്കുക. ഒരിക്കലും മുട്ട വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്. കൃത്യമായി പാകം ചെയ്ത് കഴിക്കുക എന്നതാണ് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിൽ മാധ്യമ പഠനത്തിനുള്ള 2025-26 വർഷത്തെ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് കെൽട്രോൺ കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിഗ്രി +2 യോഗ്യതയുള്ളവർക്ക് നേരിട്ട് കെൽട്രോൺ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവേശനം നേടാം. താൽപ്പര്യമുള്ളവർ ഡിസംബർ 12-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9544958182. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. തെക്കേ നന്ദിപുലം കോന്തംകുടൻ നാരായണന്റെ ഭാര്യ ഭാർഗവി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. കാഞ്ചന, ദിനേശൻ, ബീന, പരേതനായ രാജൻ എന്നിവർ മക്കളും
മണി, ഷൈനി, ഇന്ദുലേഖ, അരവിന്ദാക്ഷൻ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ നീലംപടവത്ത് രാജൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോയ്, മെയ്മോൾ, പരേതനായ പാപ്പച്ചൻ, എൽസി, ബേബി, ഉണ്ണിമോൻ എന്നിവർ സഹോദരങ്ങളാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ പഴുങ്കാരൻ ജോർജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ റോസി, വത്സ, വിൽസൺ, ജെസി, മിനി, ഷീബ, ഷൈനി എന്നിവർ മക്കളും. ജോൺസൺ, ബിന്നി, ജോർജ്, ജോസഫ്, അനിൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപം കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. പന്തല്ലൂർ പനിയത്ത് 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഞായറാഴ്ചയും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ചെവൂരിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അവണിശ്ശേരി ആനക്കല്ലിലെ മരക്കമ്പനിയിൽ വൻ അഗ്നിബാധ. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.